നമസ്കാരം. കരബാവ് കപ്പിന്റെ ഫസ്റ്റ് 3 ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞ 3 സെമി ഫൈനലിസ്റ്റ് കൺഫേംഡ് ആയി. ചെൽസി, ന്യൂകാസിൽ, മാഞ്ചസ്റ്റർ സിറ്റി. ഇനി നാലാമത് വരാനുള്ളത് ആഴ്സണൽ ക്രിസ്റ്റൽ പാലസ് എന്നുള്ള ഗെയിമിന്റെ റിസൾട്ട് ആർക്കാണെന്നുള്ളതാണ്. ആഴ്സണൽ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണലിന് എതിരാളി വരുന്നത് ചെൽസിയാണ്. അതൊരു നല്ല കളിയായിരിക്കും. കാരണം ചെൽസിയും ആഴ്സണലും കഴിഞ്ഞ കളി കളിച്ചത് സമനിലയായിരുന്നു. ചെൽസി നന്നായിട്ട് കളിച്ച കളിയായിരുന്നു അത്. ആക്ച്വലി 11 വേഴ്സസ് 11 ചെൽസി ദ ബെറ്റർ ടീം. മാഞ്ചസ്റ്റർ സിറ്റി, ന്യൂകാസിൽ അതും നല്ല കളിയാവാൻ ചാൻസ് ഉണ്ട്. ന്യൂകാസിൽ ഈസ് ടഫ് ടു ബ്രേക്ക് ഡൗൺ. സിറ്റി ഈസ് ഇൻ അറ്റാക്കിംഗ് ടീം. അപ്പോൾ ആ രണ്ട് കളി നല്ല രസമാവാൻ ചാൻസ് ഉണ്ട്. രണ്ട് സെമി ഫൈനൽസ്, കരബാവ് കപ്പിൻ്റെ സെമി ഫൈനൽസ് 2 ലെഗ് സെമി ഫൈനൽസാണ്. രണ്ട് ടീമിൻ്റെയും ഗ്രൗണ്ടിൽ കളി ഉണ്ടായിരിക്കും. പ്രീമിയർ ലീഗ് ഈ വീക്കെൻഡിലല്ല, പ്രീമിയർ ലീഗിൽ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സർപ്രൈസ് ചെയ്ത ടീം ബേസിക്കലി സണ്ടർലാൻഡാണ്. എന്നെ മാത്രമല്ല എല്ലാവരും സർപ്രൈസ് ചെയ്ത ടീം സണ്ടർലാൻഡാണ്. സണ്ടർലാൻഡിന് ബേസിക്കലി അവരെ എക്സ്റ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത്ര ടോപ്പിൽ നിൽക്കുന്ന ടീമൊന്നല്ല. പക്ഷേ അവർ ഹാർഡ് ടു ബ്രേക്ക് ഡൗൺ. അവർ എന്താ പറയുക, ഭയങ്കര ഡിഫെൻസീവ് ഇതാണ് കളിക്കുന്നത്. എസ്പെഷ്യലി അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ബ്രേക്ക് ദം ഡൗൺ. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ തന്നെ ന്യൂകാസിൽ ശരിക്കും ഒരു ഓൺ ഗോളിലാണ് സണ്ടർലാൻഡ് ജയിച്ചത്. പക്ഷേ ന്യൂകാസിലിന് ശരിക്കും കഷ്ടപ്പെട്ട് ആക്ച്വലി സണ്ടർലാൻഡിൽ ആ ഒരു 6 ഷോട്ടാണ് ന്യൂകാസിലിൻ്റെ ഹോൾ ഗെയിമിലുണ്ടായത്. ഇപ്പോൾ റീസെൻ്റ്ലി സണ്ടർലാൻഡിൻ്റെ ഫോം ഇത്തിരി ഡൗൺ ആയിരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ദേ ആർ വെരി ഗുഡ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ റെലിഗേഷൻ ബാറ്റിൽ പ്രതീക്ഷിച്ചൊരു ടീമായിരുന്നു. പക്ഷേ റെലിഗേഷൻ ബാറ്റിൽ നിന്നൊക്കെ അവർ കൂളായിട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഗെറ്റ് റെലിഗേറ്റഡ്. അങ്ങനെയാണ് അവരെ പോക്ക് കാണുന്നത്. പിന്നെ ഈ സീസണിൽ എന്താ പറയുക, ഒരു തകർന്നു പോയൊരു ടീം എന്ന് പറയുന്നത് ടോട്ടൻഹാമാണ്. ഇപ്പം സംഭവം അവരുടെ ലീഗ് പൊസിഷനൊക്കെ അത്ര മോശമൊന്നുമല്ല, എന്നാലും കളിക്കണതൊരു രസമായിട്ട് തോന്നുന്നില്ല. തോമസ് ഫ്രാങ്കിൻ്റെ ടീം പ്ലേയിങ് സ്റ്റൈല് കാണിക്കുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന കോച്ച് ആൻസ് പോർച്ചുഗൽ വരുന്നത്. പോർച്ചുഗലിൻ്റെ ടീം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡിഫൻസ് എന്താ പറയുക, ബാക്കിലത്തെ ഡോറാണ് തുറന്നിട്ടിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിലും പക്ഷേ അറ്റാക്കിങ് എന്നുള്ളത് ഓക്കെ, ഇതൊരു അറ്റാക്കിങ് ടീമാണെന്നുള്ളത് നമുക്കറിയായിരുന്നു. ഫ്രാങ്കിൻ്റെ ടീം പുള്ളി ബ്രെൻഫോർഡിൻ്റെ ടൈപ്പ് കളിനെ കളിക്കണത്. പക്ഷേ ഡിഫൻസ് എന്നാൽ സ്ട്രോങ് അല്ല, അറ്റാക്ക് തീരെ ഇല്ല താനും. നന്നായിട്ടൊരു അറ്റാക്ക് ഇതേവരെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ വന്ന മാതിരി നമുക്ക് തോന്നുന്നില്ല. കാരണം ഇന്നാള് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ടുള്ള കളി കാണുകയാണെന്നുണ്ടെങ്കിൽ, വീക്കെൻഡിലത്തെ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേഡ് ടോട്ടൻഹാം. 3-0 ആണ് അവർ ജയിച്ചത്. സിമ്പിളായിട്ട് ജയിച്ചത് ഗോളായിട്ട്. ഇപ്പോൾ ടോട്ടൻഹാമിൻ്റെ സ്ഥിതി ഇത്തിരി പരിതാപകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. റെലിഗേഷൻ ബാറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ വോൾസ്, ബേൺലി, വെസ്റ്റ് ഹാം, ലീഡ്സ്. ഈ 4 ടീമായിരിക്കും ചാൻസ് ഉള്ളത്. ഇതിൽ വെസ്റ്റ് ഹാം കുറച്ച് ന്യൂനോ വന്നതിന് ശേഷം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ലീഡ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർ ഗ്രൗണ്ടിലുള്ള കളികളിൽ ലീഡ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ വെസ്റ്റ് ഹാം ചിലപ്പോൾ രക്ഷപ്പെടാം. വെസ്റ്റ് ഹാം എനിക്കൊരു പ്രത്യേകിച്ച് താല്പര്യമുള്ള ടീമൊന്നുമല്ല. അവരുടെ ഗെയിം സ്റ്റൈല് വളരെ ബോറിംഗ് ആണ്. ഒരു രസമായിട്ട് കളിക്കാൻ കാണാറില്ല. വോൾസിൻ്റെ കളി കാണാൻ കുറച്ചുകൂടി ബെറ്ററാണ് വെസ്റ്റ് ഹാമിനേക്കാൾ. പക്ഷേ ചാൻസ് പോയിന്റ് വൈസ് നോക്കുമ്പോൾ വോൾസ്, ബേൺലി, വെസ്റ്റ് ഹാം, ലീഡ്സ് ഈ 4 ടീമാണ് റെലിഗേഷൻ ബാറ്റിൽ വരാൻ ചാൻസ് ഉള്ള ടീംസ്. ആഴ്സണലിന് ഒരു 7 പോയിന്റ് ലീഡ് ഓവർ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ടായിരുന്നു. അതിപ്പോൾ ജസ്റ്റ് 2 പോയിന്റേ ഉള്ളൂ. അപ്പോൾ അതൊരു കൺസേൺ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൺസേൺ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ കൺസേൺ. കാരണം ഇപ്പോൾ വോൾസ് ആയിട്ടുള്ള കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ശരിക്കും ഒരു ഫാറ്റീഗ് തന്നെയാണ് റീസൺ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ആർട്ടറ്റയുടെ ടീം, എസ്പെഷ്യലി ഈ ആഴ്സണൽ ടീം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 95th മിനിറ്റ് വരെ പരമാവധി ഓടി കളിക്കുന്ന ടീമാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ ഒപ്പോസിഷന് ഒരു ഗോൾ അടിക്കാൻ, അതായത് ഗോൾ പോട്ടെ, ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും കൊടുക്കില്ല എന്നുള്ള നിലയ്ക്ക് കളിക്കുന്ന ടീമാണ്. അങ്ങനെ കളിക്കുന്ന ടീം എവറി 3 ഡേ എന്നുള്ള നിലയ്ക്ക് കളികൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഗോയിങ് ടു ടയർ. എസ്പെഷ്യലി കുറേ ഡിഫെൻസീവ് സൈഡിൽ കുറേ ഇഞ്ചുറീസ് ഉള്ളപ്പോൾ സെയിം പ്ലെയേഴ്സിനെ പിന്നെയും എവറി 3 ഡേയ്സ് കളിക്കുമ്പോൾ ദേ ആർ ഗോയിങ് ടു ബി ഫാറ്റീഗ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. മെൻ്റൽ എന്നുള്ളതാണ് മെയിൻ സംഭവം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഹിക്കപ്പാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരാഴ്ചത്തെ ബ്രേക്ക് കഴിയുമ്പോൾ എഗെയിൻ ഒരു 4 ഗെയിംസിൻ്റെ ഇതിന് പോവുകയാണ്. പക്ഷേ ഈ ഒരാഴ്ചത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിലാക്സിങ് ഇഫക്റ്റ് തന്നെയായിരിക്കും അവർക്ക്. അപ്പോൾ ഐ തിങ്ക് ആഴ്സണൽ വിൽ കം ബാക്ക്. അത് മാത്രമല്ല, ഞാൻ മുമ്പ് പറയുന്നുണ്ട്, ഈ പഴയ പോലത്തെ ഒരു സിറ്റി, മുമ്പത്തെ സീസണിലുള്ള സിറ്റി അല്ല, പുതിയൊരു സിറ്റിയാണ്. അവരിപ്പോൾ ടീം സെറ്റായി വരണേ ഉള്ളൂ.
പക്ഷേ ആഴ്സണൽ ഒരുവിധം ആഴ്സണലിൻ്റെ ടഫസ്റ്റ് ഗെയിംസ് ഒക്കെ കളിച്ച് കഴിഞ്ഞു. അപ്പോൾ ആഴ്സണൽ ന്യൂകാസലിൻ്റെ ഗ്രൗണ്ടിൽ പോയി കളിച്ച് കഴിഞ്ഞു, ചെൽസിയുടെ ഗ്രൗണ്ടിൽ പോയി കളിച്ച് കഴിഞ്ഞു, സിറ്റിയുടെ ഗ്രൗണ്ടിൽ പോയി സിറ്റിയുടെ ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ടില്ല. സിറ്റി ഇവിടെ കളിച്ചിട്ടുള്ളത്, ലിവർപൂളിൻ്റെ ഗ്രൗണ്ടിൽ പോയി കളിച്ചു. എനിക്ക് തോന്നുന്നു സിറ്റി ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ഇതേവരെ. സിറ്റിക്ക് ചെൽസിയായിട്ട് കളിക്കാനുണ്ട്, ന്യൂകാസലായിട്ട് കളിക്കാനുണ്ട്. അതുകൊണ്ട് സിറ്റി ഇനിയും കുറേ കളിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ സിറ്റി തന്നെയാണ് മെയിൻ. ആസ്റ്റൺ വില്ല ഉണ്ട്. യെസ്, ആസ്റ്റൺ വില്ല പ്ലേയിങ് ദ ബെസ്റ്റ് ഫുട്ബോൾ. അപ്പോൾ അവർ ഇപ്പോൾ ഒരു ഇതിൽ പോകുന്നുണ്ട്, നന്നായിട്ട് കളിച്ച് പോകുന്നുണ്ട്. അവർക്കൊരു ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ വിൽ ഫോൾ ഡൗൺ. ഐ തിങ്ക് ലിവർപൂള് ഒന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട്. ലിവർപൂളിൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ട് പച്ച പിടിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം മോസാല ഉണ്ടായിരിക്കില്ല. ഇപ്പം ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ പോയ കാരണം മോസാല ഉണ്ടായിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ലിവർപൂള് മോസാല ഇല്ലാണ്ട് കളിക്കാൻ പോകണമെന്നുള്ളത്. ലിവർപൂളിൻ്റെ എന്താ പറയുക, കോസ്റ്റ്ലി സമ്മർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതിൽ എക്കിറ്റേക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും വിറ്റ്സ് ഇതേവരെ ഒരു ഗോള് പോലും സ്കോർ ചെയ്തിട്ടില്ല. നമ്മുടെ ഗോളും അസിസ്റ്റും സ്കോർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ചിലപ്പോൾ എനിക്ക് തെറ്റിയതായിരിക്കാം. അതുപോലെ ഈസാക്ക് ഇതുവരെ ഫോം ആയിട്ടില്ല. ഈസാക്കിനെ പോലെയുള്ള പ്ലെയർ ടാലൻറ്റഡ് പ്ലെയറാണ്. പക്ഷേ ന്യൂകാസിൽ കളിക്കണ പോലെ അല്ല ലിവർപൂൾ കളിക്കണത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയൊരു ടീമിൽ സെറ്റായി വരാനായിട്ട് എസ്പെഷ്യലി ടീം ഒന്ന് ഡൗൺ ആയിരിക്കുന്ന നേരത്ത് ടഫായിരിക്കും. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ലിവർപൂളിന് കയറി വരാം, പക്ഷേ ലിവർപൂൾ ഒരുപാട് ഗെയിംസ് തോറ്റു. അപ്പോൾ ഇനിയൊരു ടൈറ്റിൽ ചേസിന് ലിവർപൂളിന് പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഡിഫറൻസ് ഉണ്ട് ലിവർപൂളും ഇപ്പോൾ ഫസ്റ്റ് ലീഗിന് ആഴ്സണലായിട്ട്. ആ ഒരു ഇതുണ്ട്. ചെൽസി ഇസ് എ ഗുഡ് ടീം. ചെൽസി നല്ല അറ്റാക്കിംഗ് പ്ലേ കളിക്കുന്ന ടീമാണ്. ചെൽസിക്ക് ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ചെൽസിയുടെ ഡിഫൻസ് അല്ല, ചെൽസി ടീം എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ടീമാണ്. ആ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമാണ്. അപ്പോൾ അവർക്ക് വേണ്ട സമയത്ത് ഇമോഷൻസ് ഓവർകം ചെയ്യണ സിറ്റുവേഷൻ അവർക്ക് പറ്റും തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട്. ഇപ്പോൾ ആഴ്സണലായിട്ടുള്ള കളി തന്നെ അവർ കൈസഡോനെ റെഡ് കാർഡ് കിട്ടിയപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ജാവ പെട്രോ കിടന്നിട്ട് മറയുണ്ടായിരുന്നു വേറെ ആഴ്സണലിൻ്റെ ഒരു പ്ലെയറിന് റെഡ് കാർഡ് കിട്ടാൻ വേണ്ടി. അവർ ഭയങ്കര ഒരു ഇമോഷണൽ ടീമാണ്, നല്ല ടീമാണ്, നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. ഡിഫൻസ് അത്രയ്ക്കാണ് പോരാ ചെൽസിയുടെ. എന്നാലും ഐ ഡോണ്ട് തിങ്ക് അവരുണ്ടാവുമായിരിക്കും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി ദെയർ ഇൻ ദ ടൈറ്റിൽ റേസ് ദിസ് ഇയർ. നെക്സ്റ്റ് ഇയർ ദേ മേ ബി ദെയർ ഡെഫിനറ്റ്ലി. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആഴ്സണലിൻ്റെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സലീബ എന്തായാലും കഴിഞ്ഞ കളി തിരിച്ചു വന്നു. ഇപ്പോൾ ബെൻ വൈറ്റ് ഒരു മാസത്തേക്ക് മിസ്സാവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടഫാണ്. ജൂലിയൻ ടിംബർക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഗബ്രിയൽ ഐ തിങ്ക് വിൽ ബി കമ്മിങ് ബാക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് മന്ത് ഓർ ജാനുവരി ഫസ്റ്റ് വീക്ക്. അതാണുള്ളത്. മോസ്കേരയുടെ കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ ഉള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഐ തിങ്ക് ദ മെയിൻ കീ ഈസ് ഗബ്രിയൽ ജീസസ് വന്നിട്ടുണ്ട്. എന്നാലും മെയിൻ കീ ഈസ് കൈ ഹാവേർട്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്സണലിൻ്റെ ബൂസ്റ്റാണ്. അപ്പോൾ ബാക്കി എല്ലാ ടീമിനും നോക്കുകയാണെങ്കിൽ എല്ലാ ടീമിനും പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ആഴ്സണൽ എന്നുള്ള ടീമാണ് ബേസിക്കലി അവരുടെ ഫസ്റ്റ് 11 എന്നുള്ള പ്ലെയേഴ്സിന് ഇതേവരെ കളിക്കാൻ പറ്റാണ്ട് കാണുന്നത്. ഇപ്പോൾ ജെസൂസ് വന്നിട്ടേ ഉള്ളൂ, ഹാവേർട്സ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇപ്പോൾ ഗബ്രിയൽ ഇല്ല. അങ്ങനെ കുറേ പ്ലെയേഴ്സ് മിസ്സിങ് ആയിട്ട് ശരിക്കുള്ള ഒരു ഫസ്റ്റ് 11 കളിക്കാനായിട്ട് പറ്റാത്തൊരു ടീം ആഴ്സണലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 11 കളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ആഴ്സണൽ വിൽ ഗോ വൺ സ്റ്റെപ്പ്. ഇപ്പോൾ അതാണ് എൻ്റെ ഹോപ്പ്, അതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇനി വീക്കെൻഡിലത്തെ ഗെയിംസിന് മുമ്പ് വേറെ വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.